ഓണക്കാലത്ത് ജില്ലയിൽ ഉല്ലാസ ബോട്ട് സർവീസിന് അനുമതിയുള്ളത് 11 ബോട്ടുകൾക്ക് മാത്രം. താനൂരിൽ 2 സ്പീഡ് ബോട്ടിനും പൊന്നാനി ഭാരതപ്പുഴയിൽ 9 ഉല്ലാസ ബോട്ടുകൾക്കുമാണ് അനുമതി. പൊന്നാനിയിൽ തുറമുഖ വകുപ്പ് ഓഫീസിൽ 11 ഉല്ലാസ ബോട്ടുകൾ അനുമതി തേടിയെത്തിയെങ്കിലും 9 എണ്ണത്തിന് മാത്രമാണ് അനുമതി നൽകിയത്. ഈ ബോട്ടുകൾ സർവീസ് നടത്തുന്നതിന് പുഴയോരത്ത് സ്ഥാപിച്ച ജെട്ടികൾ നഗരസഭാധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓരോ ബോട്ടുകാരും ബോട്ടിൽ കയറ്റാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണവും ബോട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പറും ജെട്ടിയിൽ പ്രദർശിപ്പിക്കണമെന്നും ബോട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുൻപായി ജെട്ടിയിൽ രേഖപ്പെടുത്തണമെന്നും കർശന വ്യവസ്ഥയുണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസങ്ങളിൽ ഓരോ ജെട്ടിയിലും പോലീസ് പട്രോളിംഗും നിർബന്ധമാക്കാൻ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ബോട്ട് സുരക്ഷാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ സർവീസ് നടത്തുന്ന ബോട്ടുകളുടെ രേഖകൾ ഹാജരാക്കണമെന്ന് 1.5 മാസം മുൻപ് ബോട്ട് സുരക്ഷാ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 23 ഉല്ലാസ ബോട്ടുകൾ രേഖകൾ ഹാജരാക്കിയിരുന്നെങ്കിലും ഒരെണ്ണത്തിന് പോലും മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് മറ്റൊരവസരം കൂടി ബോട്ടുകാർക്ക് നൽകിയത്. തുടർന്ന് രേഖകൾ പുതുക്കി തുറമുഖ വകുപ്പ് മുഖേന 9 ബോട്ടുകൾ സർവീസിന് അനുമതി നേടിയെടുക്കുകയായിരുന്നു. പൊന്നാനിയിൽ സർവീസ് അനുമതിയുള്ള ഉല്ലാസ ബോട്ടുകൾ സാഗർ റാണി 1, സാഗർ റാണി 2, ലാ മറീന, MBC സവാരി, ഓളം ലെഷർ, പൊന്നാനിയുടെ സവാരി, തീരം, കർമ്മ എന്നിവയാണ്. ഉല്ലാസ ബോട്ട് സർവീസ് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കും. ബോട്ട് ജീവനക്കാരുടെ വിവരങ്ങളും ഇവരുടെ രേഖകളും ബോട്ടിലെ ലൈഫ് ജാക്കറ്റ് ഉപയോഗവും പരിശോധിക്കും. പിഴവുകൾ കാണുന്ന ബോട്ടുകൾക്ക് സർവീസ് അനുമതി നിഷേധിക്കും. ന്യൂസ് ബ്യൂറോ, പൊന്നാനി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,